പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ പോയി നിൽക്കണം. ചിലപ്പോൾ വീടിൻ്റെ അടിത്തറ ചെയ്തിട്ട് ഒന്നുമാകാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ വീടിൻ്റെ സ്ഥലം ഉണ്ടാകും, വീട് പണിയാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കെട്ടിടങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമാർഗത്തിന് പറ്റിയ കടകളവലായിരിക്കും, ചിലപ്പോൾ കന്നുകാലിത്തൊഴുത്തായിരിക്കും. ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ നിങ്ങളുണ്ടാവണം. പിന്നെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കും. നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടമാണ് ഇങ്ങനെ ചെയ്യണത്. രേഖകളെല്ലാം കയ്യിലുണ്ടാകണം. അപ്പോൾ ഇന്ന് ഞാനത് പറയുകയാണ്, നാളെ അതെല്ലാം കയ്യിലുണ്ടാകില്ല. ആ സമയത്ത് ഓടിപ്പോയി എടുക്കണം, ശരിയല്ല. അപ്പോൾ രേഖകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമല്ലേ, പല ആൾക്കാരും അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ വിദേശ യാത്ര ഉള്ളവരുണ്ട്,
ചിലർ ഇൻ്റർവ്യൂ ഉള്ളവർ, VFSൻ്റെ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. അപ്പോൾ ചില ആശുപത്രി പോകാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ആശുപത്രി ചീട്ട് കയ്യിലുണ്ടാകണം. ചിലപ്പോൾ കീമോയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഒരു ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് എല്ലാം തീർന്നില്ലേ. പിന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ നമ്മളുടെ റിസ്ക് തീർന്ന് ദൈവം അത് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാളും ഷാർപ്പ് ഷൂട്ടായിട്ട് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. കൃപാസനത്തിലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന അല്ലത്. അത് കൃപാസനം ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തം ഉണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്വർഗം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കത് ഉതകും. ഞങ്ങളൊക്കെ ബോധപൂർവം വളരെ അറിഞ്ഞുകൊണ്ടാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോലും ആൾക്കാരെ പ്രാർത്ഥിക്കണത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വാരിക്കെട്ടി പ്രാർത്ഥിക്കത്തില്ല. ജസ്റ്റ് ആ വിഷയം ദൈവശ്രദ്ധയിൽപ്പെടുത്തും, അത്രയേ ഉള്ളൂ. എന്താ കാര്യം? ഇത്രയും 10-21 ലക്ഷം മനുഷ്യരെ ഈ 30-35 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കണമല്ലേ. കൂടാതെ മാതാവ് ജീവനോട് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് നമ്മൾക്കങ്ങനെ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഈ ശുശ്രൂഷ കേന്ദ്രം യോഗ്യമായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അമ്മ മാതാവ് ഈ സന്ദേശം കൈമാറിയത്. അപ്പോൾ അവിടെ ആശ്രയിക്കുന്ന സത്യസന്ധമായിട്ട് ആശ്രയിക്കുന്നവർക്കെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവതീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അലറിയൊക്കെ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കത്തില്ല, റഫായിട്ട്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കൊണ്ടും ദൈവതിരുസന്നിധി പൊട്ടങ്ങളെ അഭിനയിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ചൂടാകണത്. അല്ലെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇവിടെ ദൈവം സമീപസ്ഥനാണ്. ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോസ്തല പ്രവർത്തനമാണ് 13:22. ഭയങ്കരമായ ഒരു വചന. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാര്യം ഫസ്റ്റ് പാർട്ടിയാണല്ലോ ദാവീദ്. മനുഷ്യന് പോലും ആ മനുഷ്യനെ ഇണങ്ങത്തില്ല. പിന്നെ ഇങ്ങനെ ദൈവത്തിന് ഇണങ്ങിയത് ഞാൻ എപ്പോഴും ചിന്തിക്കും. മനുഷ്യനെ പോലും വെച്ചാൽ എനിക്ക് ഈ ദാവീദിനോടുള്ള കലഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് ഉറിയായുടെ മരണം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് അംഗീകരിക്കാത്തൊരു സാധനമാണ്. ഇപ്പം ബർശീവായ ഈ മനുഷ്യൻ ബർശീവായിട്ടൊക്കെ മോശം റിലേഷൻ ഉണ്ടായെന്നുള്ളത് ആ കാലത്തെ എത്തിക്സ് അനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് ഡൈല്യൂട്ട് ആകാൻ പറ്റും, നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ ഈ യൂദ തന്നെ, താമർ എന്ന് പറഞ്ഞാൽ യൂദായുടെ മരുമോളെ പറ്റിയാണ്. പക്ഷെ അവിടെ റിലേഷൻ ഉണ്ടായിരുന്നത്. അപ്പം മനുഷ്യരാശി എത്തിക്സിലേക്ക് വരുന്ന ഈ പുതിയ നിയമത്തോടുകൂടിയാണല്ലോ മനുഷ്യരാശി മൊത്തമായിട്ട് എത്തിക്സിലേക്ക് വരണത്. ക്രിസ്തു കൊണ്ടുവന്ന് വെച്ച മോറൽ കോഡിലല്ലേ പിന്നീട് ലോകം വർക്ക് ചെയ്യണത്. അപ്പം
അവിടം വരെ എത്താൻ മുമ്പ് ഉണ്ടായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞാൻ അത്ര കണ്ട് എനിക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തേയില്ലെന്നല്ല, ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തില്ല. കാരണം ക്രിസ്തു വന്നിട്ടില്ലല്ലോ, അതൊക്കെ മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഈ ബെർശിബയുടെ റിലേഷനൊക്കെ ഈ രാജാക്കന്മാരുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഇത് അന്നത്തെ കാലത്ത് ഇവരൊക്കെ ഒന്നും വലിയ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത് ഉറിയയാണ്. ഉറിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാതെ, ഈ ബെർശിബയുടെ ഹസ്ബൻഡ്. അയാളെ ദാവീദ് യുദ്ധമുന്നണി കൊണ്ടുപോയി ബലാത്കാരമായിട്ട് കൊന്നുകളഞ്ഞു. അയാൾ ചെയ്ത തെറ്റെന്താണ്? അതൊക്കെ ഒരിക്കലും അയാളെപ്പോലെ ഈ ദാവീദിനേക്കാൾ ജസ്റ്റായിട്ടൊരു മനുഷ്യനാണ് ഈ ഉറിയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ അയാൾ ഒരു യഹൂദനല്ലെന്ന് ഓർക്കണം. ഈ ഉറിയ എന്ന് പറയുന്ന ആൾ ഒരു ഹിറ്റൈറ്റാണ്, ഹിത്യനായ ഉറിയ എന്നല്ല പറഞ്ഞത്. അപ്പോൾ യഹൂദനല്ല ശരിക്കും, ടർക്കിഷ് പീപ്പിളാണ് ഇയാളെ. ചില ഇൻഡോ യൂറോപ്യൻ എന്നൊക്കെ പറയുന്നത് ടർക്കിഷാണ്. എന്നിട്ട് മിഡിൽ ഈസ്റ്റിലാണ് ഇവരുടെ ഒരു ട്രൈബാണ് ഇവർ യഹൂദരല്ല. അപ്പോൾ ഈ ഉറിയായിക്ക് ഈ യഹൂദൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയില്ല. എന്നിട്ടും സൈന്യത്തിലുള്ള ആ സൈന്യത്തോടുള്ള താൻ ചേർന്ന സൈന്യത്തോടുള്ള കൂറുകൊണ്ടാണ് ഈ മനുഷ്യൻ ദാവീദ് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയുമ്പോഴും പോകാതെ പടിപ്പുരയിൽ കിടന്നുറങ്ങുന്നത്. ഞാൻ രാജ്യയുദ്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നത് ശരിയല്ല എന്ന എന്തോ ഒരു മനസ്സാക്ഷിയോടുകൂടിയുള്ള തീരുമാനമാണ്. ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാവൂളിൻ്റെ കാലത്ത്, ദാവീദിൻ്റെ തന്നെ കാലത്ത് ഗോലിയാത്ത് വരുമ്പോൾ ഇസ്രയേൽക്കാർ പല ആൾക്കാരും വീട്ടിൽ പോയിരിക്കുകയായിരുന്നു, പട്ടാളക്കാർ. അവിടെ ഭാര്യമാർ പിന്നെ അവരെ വിട്ടില്ല. ആ സ്ഥലത്താണ് ഈ ഉറിയാനെ നമ്മൾ കാണുന്നത്. ഉറിയ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടും പോകാതെ തൻ്റെതല്ലാത്ത ഒരു വംശത്തിന് വേണ്ടി ഉറിയ രക്തസാക്ഷിയാകുകയാണ് ശരിക്കും. പക്ഷെ അതിന് കാരണക്കാരൻ ദാവീദാണ്. അപ്പോൾ ഞാൻ സമയത്ത് ദാവീദിനോട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ തോന്നത്തില്ല. പക്ഷെ ദാവീദ് എവിടെയോ വെച്ചു ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയ ആളായി മാറി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നിങ്ങൾ എഴുതി തള്ളരുത്. ദാറ്റ് ഈസ് മൈ പോയിൻ്റ്. നിങ്ങൾ എഴുതി തള്ളരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഏതെങ്കിലും കാലത്തൊക്കെ ഉണ്ടായി കാണും. ചിലപ്പോൾ അബോർഷനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുമല്ലോ ആൾക്കാർക്ക്. എല്ലാവരും എല്ലാ കാര്യത്തെക്കുറിച്ചും ഒറ്റക്കരവുള്ളവരാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും. അപ്പം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട്, ചിലപ്പോൾ അന്നത്തെ ഒരു വൈകാരികമായ നിങ്ങളുടെ ചുറ്റുപാട് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റും. അപ്പം പിന്നീട് നിങ്ങൾ ഓർക്കും, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ അബദ്ധങ്ങൾ പറ്റിയല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോലും യോഗ്യനല്ല, ഞാൻ പ്രാർത്ഥിച്ചൊന്നും ദൈവം കേൾക്കാൻ. പല മനുഷ്യരും എനിക്ക് തോന്നിയിരിക്കണമെങ്കിൽ അറിയാവും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കാൻ പോണ, ഇങ്ങനെ പറയണ കുറേ മനുഷ്യൻ കണ്ടുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച അതിനല്ലേ. അതിനാണ് ഈ അച്ഛന്മാർ, അതുപോലെ തന്നെ പാസ്റ്റർമാർ, ഏജൻസികൾ, പ്രാർത്ഥന ഏജൻസികൾ ജനങ്ങൾ വെക്കണത്. ജനങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കുറവാണ് അങ്ങനെ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടെന്നല്ല ഞാൻ പറയണത്. ഞാൻ പറഞ്ഞത് എൻ്റെ മക്കൾ സ്വയമായിട്ട് ബലം പ്രാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ എത്ര കൊള്ളരുതാത്തവനാണെന്ന് നീ അസസ് ചെയ്താലും ദൈവം അസസ് ചെയ്യാത്തടത്തോളം കാലം നീ എന്തിനാണ് നിന്നെ വിധിക്കണത്? ദാവീദ് ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ചിട്ട് ദാവീദ് പറയണത്, എൻ്റെ ജെസ്സയുടെ മക്കളിൽ ദാവീദ് എൻ്റെ മനസ്സിന് ഇണങ്ങിയ ആളായിരുന്നു. അതിനൊരു കാര്യമുണ്ട്, ദാവീദിനും അതിൻ്റെ ഒരു പങ്കുണ്ട്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ ആരും പറയാത്തൊരു കാര്യം ദൈവത്തോട് പറഞ്ഞു. ഇവൻ ഇത് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴേ അവൻ ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് എന്നോട് തന്നെ പൊറുക്കാൻ പറ്റണില്ല, എനിക്ക് നിന്നെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഒരു വിഷയമായിപ്പോയത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഐ മിസ് യു എന്ന് പറയത്തില്ലേ, അതുപോലെ ദാവീദ് ദൈവത്തോട് പറഞ്ഞ് പാപമല്ല പ്രശ്നം, ഐ മിസ് യു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്.
എൻ്റെ പാപത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. ആ പാപത്തിൻ്റെ വിഷയങ്ങൾ കാരണം ഐ മിസ് യു, എനിക്ക് നിന്നെ കൈമോശം വരുന്നു, നഷ്ടപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ ചങ്കെ കൊണ്ടുവരുന്നുണ്ട് ഈ സംഭവം. ദാവീദ് എപ്പോഴാണ് നിങ്ങൾ ചോദിക്കും, പിന്നെ ദാവീദ് അങ്ങനെ മിസ് യു എന്നൊക്കെ പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദാവീദ് പറഞ്ഞു, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഞാൻ ഇങ്ങനെ ഒരു പോക്ക് കേസാണ്, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചത് തന്നെയാണ്, ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ നിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിയ ഞാൻ പിന്നെ ഇല്ല. അപ്പോൾ എന്നേക്കാളും അവനേക്കാളും ദൈവത്തോടുള്ള ബന്ധത്തിന് ഇവന് ഇതാണ് ദാവീദിൻ്റെ അനുതാപം എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ഇണങ്ങിയത്, ദൈവത്തിൻ്റെ മനസ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഉടമ്പടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉടമ്പടി ജപ്റ്റ് മാറാൻ, ഉടമ്പടി ജോലി കിട്ടാൻ, ഉടമ്പടി വിവാഹം നടക്കാൻ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ എന്താ പറയണത്, ഉടമ്പടിക്ക് വേണ്ടി തന്നെയാണ്. എന്താണ് കാര്യം, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത് തന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു മാനസികാവസ്ഥ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രേയ, ഇതെൻ്റെ അമ്മ പേര് പ്രഭ, എൻ്റെ പപ്പ പേര് ജാക്സൺ, എൻ്റെ അനിയൻ ആരോൺ. ഞങ്ങൾ ചെത്തി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഒക്ടോബർ 31 അതിനു മുൻപ് പലതവണയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും താമസിച്ച് നിന്നത് എനിക്ക് പാലിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. കാരണം രാവിലെ 5:30 എഴുന്നേൽക്കണം. ഞാൻ ഇതുവരെ അത്രയും നേരത്തെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന ആളല്ല. എൻ്റെ എക്സാം ടൈമിൽ പോലും ഞാൻ രാവിലെ 5:30 എഴുന്നേൽക്കാറില്ല, ആ ഒരു ടൈമിൽ എഴുന്നേൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും കൃത്യമായി പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്നതിനൊരു 3 മാസം മുൻപേ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്കുകൾ കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് എൻ്റെ അമ്മയുടെ ഓവറിയിലെ സിസ്റ്റ് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേ മാതാവേ എന്നായിരുന്നു. അമ്മയും എല്ലാ ദിവസവും ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേന്ന്. ആ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റും ചെയ്തതാണ്. പക്ഷേ സൗഖ്യം ലഭിച്ചിരുന്നില്ല. എല്ലാ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്തും ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ മാതാവേന്ന്. അങ്ങനെ തന്നെ ഓപ്പറേഷൻ ഒന്നും കൂടാതെ പൂർണ്ണ സൗഖ്യം തന്ന് മാതാവ് ഈശോയും അനുഗ്രഹിച്ചു. ഒരു വർഷം കൂടുതലുണ്ടായിരുന്നു. ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി മാതാവും ഈശോയും ഒത്തിരി അനുഗ്രഹിച്ചു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ BTech ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് വരെ എനിക്ക് സെം എക്സാമിന് റിസൾട്ട് കിട്ടിയിരുന്നത് ഏകദേശം ഒരു 65% to 70% മാർക്കൊക്കെ ആയിരുന്നു സെം എക്സാമിൻ്റെ ടൈമിൽ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വന്ന 3 സെം റിസൾട്ടിനും എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് തന്ന മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ഏത് എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. ഒരു തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ കൊടുക്കാനിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതലായിട്ടൊന്നും എഴുതാനില്ല. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ കാര്യമായി നോക്കിയപ്പോൾ ഞാൻ എവിടെയോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടപ്പോൾ തെറ്റിപ്പോയി. പിന്നെ അങ്ങോട്ട് താഴത്തേക്കുണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും മിസ്റ്റേക്കായിപ്പോയി, തെറ്റി. അങ്ങനെ മാതാവ് എനിക്ക് അടുത്ത് നിന്ന് അത് കാണിച്ചു തരികയാണ് ചെയ്തത്. ഞാനത് തിരുത്തി. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. എല്ലാം റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ സമയത്ത് റിക്രൂട്ട്മെൻറ്റും വളരെ കുറവായിരുന്ന ഒരു ടൈമായിരുന്നു. എന്നാലും വരുന്ന എല്ലാത്തിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടെ വന്ന്
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് കിട്ടാനുള്ളൊരു അനുഗ്രഹമുണ്ടായി. ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാൻ. അച്ഛൻ തന്നെ ആ നമ്പർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആ നമ്പർ 14 എന്നായിരുന്നു. ആ നമ്പർ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിൽ കണ്ട നമ്പറും 14 തന്നെയായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞ നമ്പറും സെയിം തന്നെയായിരുന്നു, 14 തന്നെയായിരുന്നു. ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എന്നാലും 14 എന്നൊരു നമ്പറുമായി കണക്ട് ചെയ്യുന്നതൊന്നും വന്നിരുന്നില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് 5ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയത്ത്, ഞാൻ അതിന് മുമ്പ് വരെ എല്ലാ ഉടമ്പടിയും കറക്റ്റ് 90 ദിവസം കഴിയുമ്പോൾ വന്ന് പുതുക്കാറുണ്ട്. പക്ഷേ ആ ഒരു തവണ മാത്രം ഞാൻ കുറച്ച് ലാഗ് ചെയ്തു, കുറച്ച് ഉടമ്പടി ഉഴപ്പി. ഞാൻ അതിന് മാതാവിനോട് ഇവിടെ വെച്ച് ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും ഞാൻ ആ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് മാതാവിനോട് ചോദിച്ചിരുന്നു, മാതാവേ അടുത്ത തവണ ഞാൻ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നതെന്ന്. കറക്റ്റ് 90ാമത്തെ ദിവസം എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് കോൾ വരികയാണ്. അവിടെ ഞാൻ ഓൾറെഡി 1 വർഷം മുൻപ് അപ്ലൈ ചെയ്തു, എല്ലാ റൗണ്ട്സും ഇൻ്റർവ്യൂസും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയിലുണ്ടായിരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവർ ആ ഒരു ബാച്ചിനെ ഫുള്ള് റിജക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അത് നോക്കിയില്ല. എനിക്ക് അവിടെ നിന്ന് തന്നെ പിന്നെയും കോൾ വരികയാണ്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മുന്നോട്ട് പോകാവുന്ന രീതിയിൽ. ഞാനത് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ജോലിയാണ്. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി കിട്ടി. പക്ഷേ ആ ജോലി കിട്ടിയിട്ടും എനിക്ക് ഒരു വലിയ ഹാപ്പിനെസ് തോന്നുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്കുള്ളിലിങ്ങനെ തോന്നിക്കുകയാണ്, ഇത് നിനക്കൊരു ആഗ്രഹം സാധിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം നിനക്കുള്ളതെന്ന്. അങ്ങനെ 1 മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു ബെറ്റർ ആയിട്ടുള്ള കമ്പനിയിൽ അപ്ലൈ ചെയ്തു. ഇതിന് മുൻപ് അവിടെ ഒരു തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റിജക്റ്റ് ആയതാണ്. പക്ഷേ ഈ തവണ അപ്ലൈ ചെയ്തപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ മെയിൽ വന്നു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ അസസ്മെൻ്റ് ആയിരുന്നു. ഈ ഓൺലൈൻ ടെസ്റ്റുകൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറാൻ പാടില്ല, റെക്കോർഡഡ് എക്സാം ആയിരിക്കും, ഓഡിയോ വീഡിയോ എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അതുപോലെ വേറെ ടാബ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരത് സ്പോട്ടിൽ റിജക്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും വിശുദ്ധ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് വിതറിയൊക്കെ ആ എക്സാമിന് നിന്നു. ഒരു കുഴപ്പമില്ലാതെ എക്സാം എഴുതി. ഫൈനൽ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. എനിക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ ഒരൊറ്റ സെക്ഷനാണ്, അപ്പോൾ അതെന്തായാലും അറ്റൻഡ് ചെയ്യണം. പക്ഷേ എനിക്ക് ആ ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. എൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമയം തീരാൻ സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊന്നും പറ്റുന്നില്ല. ഇത്രയും നേരം ചെയ്തത് വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. പക്ഷേ അതൊന്നുമല്ല, എന്തോ ഇങ്ങനെ സ്ക്രീൻ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ മാറി നിന്നു. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം കിട്ടിയ ലിങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. എനിക്ക് ഈ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിട്ടി. പെട്ടെന്ന് ആ ഒരു കിട്ടിയ ഒരു ഇതിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. പക്ഷെ അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് കറക്റ്റായിട്ടല്ല ആൻസർ ചെയ്തത്. അങ്ങനെ എനിക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഓൾറെഡി ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ആയോന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2025 അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒത്തിരി തവണ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട്. മരിയൻ ഉടമ്പടി പദ്ധതിയും പ്രയോഗവും. ഞാൻ ആ ഒരു ടൈമിലൊക്കെ എപ്പോഴും പത്രമൊക്കെ കംപ്ലീറ്റ് വായിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോഴും തോന്നും ഇതൊന്ന് കംപ്ലീറ്റ് വായിക്കുന്നത്. ഞാൻ വായിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്നല്ലാതെ കംപ്ലീറ്റ് വായിച്ചിരുന്നില്ല. എനിക്ക് കൈ കിട്ടിയപ്പോൾ മുതൽ തന്നെ ഞാൻ ഈ ബുക്കിൽ നോക്കി തന്നെയായിരുന്നു എല്ലാ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷെ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി ഞാൻ ഈ ബുക്ക് വായിക്കാനിരുന്നു. കംപ്ലീറ്റ് വായിച്ച് തീർന്നപ്പോൾ 11:58 രാത്രി 11:58. ആ കൃത്യം 11:58 തന്നെ എനിക്ക് അടുത്ത മെയിൽ വരികയാണ്. ആദ്യം എഴുതിയ ഓൺലൈൻ ടെസ്റ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ സെലക്ഷൻ മെയിൽ വന്നു. അത് ശരിക്കും എനിക്കവിടെ ഒരു മെറിറ്റും ഇല്ല. എനിക്കവിടെ 0 മെറിറ്റാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാതാവും ഈശോയും എനിക്ക് അത് തരുന്നതാണെന്ന് എനിക്ക് അപ്പം തന്നെ അത് ഉറപ്പായി. അങ്ങനെ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് കയറി. അടുത്ത റൗണ്ടും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റം നമ്പർ വരുന്നത്, ആ ഒരു റോയിൽ സിസ്റ്റം നമ്പർ വരുന്നത്
20 to 30 വരെയാണ്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് മാത്രം എൻ്റെ സിസ്റ്റത്തിൻ്റെ നമ്പർ മാത്രം 7 ആയിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് അടയാളങ്ങൾ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഞാൻ ഇതിനു മുൻപ് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ അടയാളങ്ങളോട് കൂടിയുള്ള സാക്ഷ്യം എനിക്കും പറയാൻ പറ്റണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും മാതാവ് എനിക്കിപ്പോൾ സാധിച്ചു തന്നു. കാരണം ഇതിനു മുമ്പും ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷേ അടയാളങ്ങളൊന്നും അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആ റൗണ്ടും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് സെലക്റ്റായി. അടുത്ത റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അവർക്കെല്ലാവർക്കും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ മാത്രം അവിടെയും എനിക്കും 0 മെറിറ്റാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ മാതാവ് എന്നെ സെലക്ട് ചെയ്ത് എനിക്ക് ആ ജോലി തന്ന് ഈശോയും മാതാവും എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. എൻ്റെ രണ്ട് ജോലിയും കിട്ടിയത് രണ്ടും MNCയിലാണ്. രണ്ടും ഇൻ്റർവ്യൂ ഡേറ്റ് 14 ആയിരുന്നു. ആ 14 തന്നെയാണ് എനിക്കിവിടെ അച്ഛൻ എന്നോട് പറഞ്ഞ ആ ഒരു ഡേറ്റ്. ഞാൻ മനസ്സിൽ വിചാരിച്ച ഡേറ്റും 14 തന്നെയാണ്. അങ്ങനെയും എനിക്ക് അടയാളം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ അനിയന് കോളേജ് അഡ്മിഷൻ ലഭിച്ചതാണ്. അവന് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. എൻട്രൻസിലൊക്കെ കുറേ സമയമെടുത്ത് അറ്റൻഡ് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് കുറവായിരുന്നു. നമ്മളൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മാതാവ് അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അവനും ഏറ്റവും നല്ലൊരു കോളേജിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ, അവിടുത്തെ ഏറ്റവും നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് അവനെ അനുഗ്രഹിച്ചു. പിന്നെ പണ്ടെപ്പോഴും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പോലെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു മാതാവിനോട്, മാതാവേ എപ്പോഴെങ്കിലും എനിക്ക് ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അതൊരു വെനസ്ഡേ ആയിരിക്കണേന്ന്. എനിക്ക് 2 ജോബ് ഓഫർ ലെറ്ററും വന്നതും വെനസ്ഡേ തന്നെയായിരുന്നു. ഞാനതൊക്കെ പിന്നെ മറന്നുപോയി, കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷെ മാതാവ് അത് മറന്നിട്ടില്ലായിരുന്നില്ല. എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ കൂടുമായിരുന്നു. പിന്നെ കുർബാന കൂടുമായിരുന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു, ബൈബിൾ വായിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റി. അത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ഉടമ്പടി ധ്യാനം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ടായിരുന്ന സംശയം, എനിക്ക് എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതെനിക്ക് ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, ഇത്രയും നാളും ഇവിടെ ജീവിച്ചിട്ട് ഒരു തവണ പോലും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ജീവിതമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈശോയും പിതാവായ ദൈവത്തോട് പറയും എനിക്ക് ഇയാളെ അറിയില്ല എന്ന്. അതുപോലെ തന്നെ നിത്യജീവിതത്തെക്കുറിച്ചും എനിക്കിങ്ങനെ ഞാനത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ആ ആഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, നിത്യജീവിതം എന്ന് വെച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ഇടം ലഭിക്കുക എന്നാണ്. അങ്ങനെ എനിക്ക് ഉടമ്പടി ധ്യാനം വഴി ഒത്തിരി ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. മനസ്സിലാക്കി കൂടുതൽ ബെറ്ററാക്കി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലുള്ള എല്ലാവർക്കും പിന്നെ അറിയാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് എനിക്കൊരു 3 പേര് എനിക്കവരെ സഹായിക്കാനും പറ്റി, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിക്കാൻ പറ്റി. പിന്നെ അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലെ ഓൺലൈനിലൊക്കെ സഹായം ചോദിക്കുന്ന രോഗികൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ സാധിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ ഉയർത്തിയത് തന്നെയാണ് എനിക്ക് ഈ ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് എനിക്ക് ഒരു തവണ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം കിട്ടി. അത് വളരെ സെക്കൻഡ്സിലേ മാത്രം നിന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇത് അമ്മ തന്നെ ആണെങ്കിൽ എനിക്കിത് ഒരു തവണ കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞതും കറക്റ്റ് അതേപോലെ തന്നെ ആ ഒരു ടൈം സെക്കൻഡ്സിൽ തന്നെ എനിക്ക് പിന്നെയും അത്രയും നല്ലൊരു സുഗന്ധം കിട്ടി. നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനമാണ്.
ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും നീ പോകുന്ന എല്ലായിടത്തും. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ശ്രിയ എന്ന മകൾ നമ്മളോട് പങ്കുവച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് അതിന് നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു ഈ കൊച്ചുമകൾക്ക്. 3 മാസത്തോളവും ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് നേരത്തെ എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഒരു പ്രിപ്പറേഷന് ശേഷം മാത്രമാണ് ശ്രിയ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും അമ്മയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. 1 വർഷത്തോളവും പല ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. സർജറിയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ മകൾ വിശ്വാസത്തോടെ ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സർജറി കൂടാതെ തന്നെയാണ് അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചത്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം മകൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. സ്വന്തം വയറ്റിൽ തേച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ശ്രീയുടെ അമ്മ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ കുടുംബം ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീയുടെ പഠിത്തത്തിൻ്റെ കാര്യവും. ബിടെക് ഫൈനൽ എക്സാം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപെല്ലാം 65% മാർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഡിസ്റ്റിങ്ഷനാണ് എല്ലാ സബ്ജക്റ്റിനും. അപ്പോൾ തന്നെ ശ്രീക്ക് മനസ്സിലായി ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ പരീക്ഷയിലും ഡിസ്റ്റിങ്ഷൻ കിട്ടുമെങ്കിൽ അത് ഈശോയുടെ ഒരു വലിയ കൃപയാണ്. ദാറ്റ് ഇസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. പിന്നീട് എക്സാമിന് പോകുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിച്ചാണ് ഈ മകൾ പോയിക്കൊണ്ടിരുന്നത്. പരീക്ഷയുടെ സമയത്തും വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പരീക്ഷ ഫൈനൽ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഉള്ളിലൊരു ഉൾപ്രേരണ ഒന്നുകൂടി ചെക്ക് ചെയ്തു എന്ന്. ശ്രീക്ക് തോന്നി എല്ലാം എഴുതിയിട്ടുണ്ട് എന്ന്. പക്ഷേങ്കിൽ ഈ പ്രചോദനം മൂലം ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്വസ്റ്റ്യൻ നമ്പർ റോങ് ആണെന്ന്. പിന്നീട് അത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ആപ്ലിക്കേഷൻ അയച്ചു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞു മനസ്സിലൊരു നമ്പർ കാണുക എന്ന്. ഈ മകൾ വിചാരിച്ച് ഒരു നമ്പർ അച്ഛൻ പ്രാർത്ഥിച്ചു മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു 14 എന്ന്. ശ്രീയ മനസ്സിൽ വിചാരിച്ചതും 14 എന്ന നമ്പറാണ്. അത് പിന്നീട് ശ്രീയ പറയുന്നുണ്ട്, ഓരോ ഇൻ്റർവ്യൂ കോൾ വന്നതും ആദ്യത്തെ കോൾ വന്നത് മാർച്ച് 14-നും സെക്കൻഡ് കോൾ വന്നത് മെയ് 14-നുമാണ്. ഈ 2 ഇൻ്റർവ്യൂവിനും എല്ലാം ഡേറ്റ് വന്നത് 14-നാണ്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുമാണ്. പിന്നീട് 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴാണ് ഈ മകളൊരു അടയാളം ചോദിച്ചത്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മകളുടെ കൂടെ പ്രാർത്ഥിക്കാൻ സമയത്തെല്ലാം അമ്മയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഈ മകൾ ഇൻ്റർവ്യൂ എഴുതിയപ്പോഴെല്ലാം സ്റ്റക്കായി പോയ സ്ക്രീൻ പോലും അവിടെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഷട്ട് ഡൗൺ ആയപ്പോൾ വീണ്ടും അത് റിവോക്ക് ചെയ്തു. അങ്ങനെ ആ സമയത്തും ഈശോയുടെ ഒരു അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഒരു ചൊവ്വാഴ്ച ധ്യാനത്തിലാണ് മരിയൻ ഉടമ്പടി പുസ്തകം നമുക്കറിയാം, നമ്മളെപ്പോഴും പ്രാർത്ഥന ചൊല്ലുന്നതാണ്. രാവിലെ പ്രഭാത പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ഒക്കെ ചെല്ലും. പക്ഷേങ്കിൽ പലപ്പോഴും ആ 2 പേജ് മാത്രമാണ് നാം എടുക്കാറുള്ളത്. പേജ് 34-ഉം പേജ് 35-ഉം മാത്രം. പക്ഷേങ്കിൽ അന്നൊരു ഉൾപ്രേരണയാണ് ആ പുസ്തകം മുഴുവൻ വായിച്ച് ഒന്ന് മനസ്സിലാക്കണമെന്ന്. അങ്ങനെ ആ ദിവസം ശ്രീയ പുസ്തകം മുഴുവനായിട്ട് വായിക്കുകയാണ്. മരിയൻ ഉടമ്പടി പുസ്തകം നമുക്കെല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ളതാണ്. ഉടമ്പടി എടുക്കുന്ന ദിവസം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ പുസ്തകമാണ്. പലപ്പോഴും നമ്മൾ മിക്കവാറും ആ 2 പേജ് മാത്രമായിരിക്കാം നാം നോക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ സ്ത്രീക്ക് അന്നൊരു പ്രചോദനം വന്നു, പുസ്തകം മുഴുവനൊന്ന് വായിക്കണം. അങ്ങനെ വായിച്ചു കിടന്നു. 11:58 വരെ വായിച്ചു. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത് അന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ആവുന്നത്. അങ്ങനെ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്. പിന്നീട് സിസ്റ്റം കിട്ടിയപ്പോഴും
20-നും 30-നും ഇടയ്ക്ക് വരുന്ന നമ്പറാണ് അവിടെ വരേണ്ടത്. പക്ഷേങ്കിൽ സ്ത്രീക്ക് മാത്രം സിസ്റ്റത്തിൽ നമ്പർ 7 ആണ് കിട്ടുന്നത്. അവിടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ് സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമുക്കറിയാം, അമ്മ 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 ഈ ആലയത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ മക്കളുടെ ജീവിതത്തിലെല്ലാം 7 എന്ന നമ്പറിന് ഒരു വലിയ ഒരു പ്രാധാന്യമാണുള്ളത്. കാരണം അമ്മയുടെ ദിവസമാണ്. അങ്ങനെ സിസ്റ്റത്തിൽ 20-നും 30-നും ഇടയ്ക്ക് വരേണ്ട നമ്പർ സ്ത്രീക്ക് മാത്രം 7 കിട്ടിയപ്പോൾ അവിടെയും ഒരു വലിയ ഒരു അടയാളമാണ് അമ്മ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തത്. ഞാൻ മോളുടെ കൂടെ ഉണ്ട് എന്ന ഉള്ളൊരു സാന്നിധ്യം. അങ്ങനെ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും പിന്നീട് ഒരു നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് പ്രിയ സ്ത്രീക്ക് ജോലി കിട്ടിയത്. അതും മാർച്ച് 14 മെയ് 14 ഡേറ്റിൽ ഇൻ്റർവ്യൂ സാധിച്ചതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് 14 എന്ന ഡേറ്റ് കിട്ടിയതുമെല്ലാം 7 എന്ന സിസ്റ്റത്തിലെ നമ്പർ കാണിച്ചതുമെല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അനിയന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു അഡ്മിഷൻ കിട്ടാനായിട്ട്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ദൈവം നല്ലൊരു കോഴ്സ് നൽകിയാണ് ഈ മകനെയും അനുഗ്രഹിച്ചത്. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ സാന്നിധ്യമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. സുഗന്ധാഭിഷേകത്തിനായി അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അവിടെ വീണ്ടും അമ്മ ആ സാന്നിധ്യമാണ് ഈ മകൾക്ക് നൽകിയത്. പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി ഈ മകള് അമ്മയുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ ഗിഫ്റ്റായിട്ട് തന്നെയായിട്ടാണ് ഈ മകൾ പറയുന്നത്, ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്ന് നിൽക്കാൻ സാധിച്ചത്. ഇതെല്ലാം നടക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കരുണയാണ്. ഇത് ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുന്നു എന്ന ആ വചനമാണ് ശ്രീയുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. നാം പല പ്രാവശ്യവും നമ്മുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചങ്ങ് വിട്ട് കളയും. പക്ഷേങ്കിൽ നമ്മുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ കൂടെ ഇരിക്കുന്ന ഒരു അമ്മയാണ്. കൃപാസനം ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ സ്ഥലമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ദൈവ സാന്നിധ്യമാണ് അനുഭവിച്ചറിയുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസം, ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും ആ അനുഭവങ്ങളിലേക്കാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ജീവിതവും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സ്ത്രീക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.